ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുഞ്ഞൂസിൻ്റെ ചോറൂണാണ്. അപ്പോൾ പറശ്ശിനിക്കടന്ന ചോറ് കൊടുക്കുന്നത്. ഞാനും അമ്മയും റെഡിയായി, കുഞ്ഞും റെഡിയായി. ഇനി അമ്മയും വലിയമ്മയെല്ലാം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവരും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പറശ്ശിനിക്കടവിലേക്ക് പോവേന്ന്. അപ്പോൾ ബാക്കി കാണാം. പറശ്ശിനിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ യാത്രയുണ്ട്. അതായത് ഒരു 50 മിനിറ്റ് അത്ര ദൂരമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വല്യമ്മയുടെ വീട്ടിൻ്റെ അരുവത്തെത്താറായി. വല്യമ്മ ശരിക്കും പറഞ്ഞാൽ കലിപ്പിലാണ്. നമ്മളെയും കാത്ത് 20 മിനിറ്റായി റെഡി ആയിട്ട് നിൽക്കുന്നേ. അപ്പോൾ നമ്മൾ വല്യമ്മയുടെ അടുത്ത് എത്താൻ പോലായി. അതാണ് ആ കാണുന്നതാണ് വല്യമ്മ, അതായത് അമ്മേരെ ഏച്ചി. അപ്പോൾ വല്യമ്മേനെയും നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ പറശ്ശിനിലേക്ക്. വൈകിയതിൻ്റെ പരിഭവം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി വണ്ടി കയറുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പറശ്ശിനിലേക്ക് തിരിച്ച് നമ്മൾ പറശ്ശിനിലെത്തി. അവിടുന്ന് അച്ഛനും അമ്മേനെയും വിളിച്ചപ്പോൾ അവർ ഓൺ ദി വേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ചോറൂണിൻ്റെ ടോക്കൺ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരക്ക് കൂടിയാലോ എന്നിട്ട് നമ്മൾ പറശ്ശിനിലേക്ക് നടക്കേന്ന്, വഴിപാട് കൗണ്ടറിലേക്ക് നടക്കേന്ന്. അവർ പുറകെ തന്നെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ അവിടെ റെഡിയാവും. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വല്യമ്മേരെ മോള് പകുതി വഴിക്ക് വെച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെടുത്തിരിക്കുന്നത് പ്രവീണേച്ചിയാണ്, അതാണ് വല്യമ്മേരെ മോള്. അങ്ങനെ നമ്മൾ പറശ്ശിനിലേക്ക് വഴിപാട് കൗണ്ടറിലേക്ക് നടന്ന് നീങ്ങിയാണ്. അങ്ങനെ നമ്മൾ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെ എത്തി. വലിയ തിരക്കൊന്നുമില്ല, പ്രതീക്ഷിച്ച അത്ര. അപ്പോഴാണ് ഓർമ്മ വന്നേ, കുന്നത്തൂർപ്പാടിയിൽ ഉത്സവം നടക്കുകയല്ലേ. അപ്പം ആ സമയത്ത് പറശ്ശിനിക്കടവ് തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും തിരക്ക് കുറവ്. അങ്ങനെ നമ്മൾ വഴിപാട് കൗണ്ടറിൽ നിന്ന് വഴിപാടൊക്കെ കഴിച്ച് ചോറിൻ്റെ റെസീറ്റെല്ലാം എടുത്ത് തൊഴാനായിട്ട് കയറാൻ പോവേന്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ എത്തി. ഇതാണ് അച്ഛൻ. കുഞ്ഞിനെടുത്തതാണ് സരസ്വമ്മ, ചുരിദാറിട്ട് ശിവനേച്ചി, സാരി എടുത്തത് അമ്മ. എല്ലാവർക്കും നല്ലോണം മടിയുണ്ടേനു ക്യാമറേന് മുന്നിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ എനക്കും മടിയുണ്ടേനു. അതാണ് അമ്മയൊക്കെ ബാക്കിലേക്ക് പോകുന്നത്. ആ സാരി ഉടുത്താണ് എൻ്റെ അമ്മ. നമ്മൾ എല്ലാവരും കൂടി കാല് കഴുകാൻ പുഴയിലേക്ക് കീഴുന്നു. കാലും കഴുകി കുഞ്ഞൂനെയും വെള്ളം തൊടിയിച്ച് ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് കയറാൻ പോയേനെ. കുഞ്ഞു ശരിക്കും എക്സൈറ്റ്മെൻറ്റിലുള്ളേ. അവൻ പുഴയൊക്കെ ആദ്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് അതൊക്കെ അവൻ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാവർക്കും അറിയാം പറശ്ശിനിക്കടവ് ഇപ്പോൾ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. വരുന്നതാണ് ബോട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവേനെ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൂനെ എൻ്റെ കൈ കിട്ടിയിട്ടേ ഇല്ല. എല്ലാവരും അവനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിനുള്ളിൽ കയറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഉള്ളിൽ ക്യാമറ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടേനു. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ കുഞ്ഞു മക്കളൊക്കെ പഠനയാത്രയുടെ ഭാഗമായിട്ട് പറശ്ശിനിക്കടവിലേക്ക് വന്നിട്ടുണ്ടേനു. നമ്മൾ ഒരുപാട് പേരെ കണ്ടിരുന്നു. അതിലും കുറച്ച് പേരാണ് ഈ കാണുന്നത്. അവർ നന്നായിട്ട് അവരെ യാത്ര ആസ്വദിച്ച് നടന്ന് നീങ്ങിയേനെ. അവിടെ പുറകെ തന്നെ ടീച്ചേഴ്സ് ഓടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചോറൂണ് കൊടുക്കേണ്ട സ്ഥലത്തെത്തി. ഇതാണ് ചോറൂണ് കൊടുക്കുന്ന സ്ഥലം. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ഇവിടെ ചോറൂണുണ്ട്. അങ്ങനെ അനോട്ടനാണ് കുഞ്ഞൂനെ എടുത്തിട്ട് ചോറ് കൊടുക്കാൻ ആദ്യം പോകുന്നത്. നല്ല എക്സൈറ്റ്മെൻറ്റിലുള്ളേ. കാരണം അവൻ ആദ്യമായിട്ട് രുചി അറിയാൻ പോവേന്ന്. ആദ്യം അവനെ കഴിയിക്കണം. അവനെ കഴിയിച്ച് ചന്ദനക്കുറി തൊട്ട് കൊടുക്കേനെ. അങ്ങനെ ചന്ദനക്കുറി അവരെടുത്ത് കൊടുത്ത് അതിനോട്ട് ചന്ദനക്കുറി തൊടിയിച്ചു. അതിന് ശേഷമാണ് പായസം കൊടുക്കൽ. 3 പ്രാവശ്യം അച്ഛൻ വായിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ വായിൽ വെച്ച് കൊടുക്കാൻ പോവേനെ. ഇതിൻ്റെ കൂടെ തന്നെ അവന് പേരും വിളിക്കുന്നുണ്ട്. പേരെന്നാന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ.
അങ്ങനെ അവനും ചോറ് ആദ്യമായിട്ട് വെച്ച് കൊടുത്തേ. ചോറല്ല, പായസാട്ടോ അത്. അങ്ങനെ വെച്ച് കൊടുത്ത് അവനത് ആസ്വദിച്ച് കഴിക്കേനെ. അനുവേട്ടൻ്റെ കൈ അവൻ വിടുന്നില്ല. അങ്ങനെ 3 പ്രാവശ്യം അനുവട്ടം കൊടുത്തു. പിന്നെ അച്ഛൻ കൊടുത്തതിന് ശേഷം അമ്മയും വേറൊരാളും കൂടി കൊടുക്കണം. അങ്ങനെ ഞാൻ കയറി, ഞാനും അവന് കൊടുത്തു. അവൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കേനെ. അവനും വിരൽ വിട്ട് തരുന്നില്ല. അതിന് ശേഷം അമ്മ കയറി. ഇതാണ് പപ്പിയമ്മ. ഇത് അനുവേട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ അമ്മയും ചോറ് കൊടുത്തു. പിന്നെ പുറത്തേക്ക് നമുക്ക് അവിടെ പിന്നെ പായസം പുറത്തേക്ക് നമുക്ക് തരും. പുറത്തുനിന്ന് ബാക്കി എല്ലാവരും കൊടുക്കണം. അതാണ് ചടങ്ങ്. അങ്ങനെ പായസവും എടുത്ത് പുറത്തേക്ക് വന്ന്, ഇതാണ് വല്യമ്മ. ഇതെൻ്റെ വല്യമ്മ കേട്ടോ. ഈ കൈ പിടിക്കുന്നത് അനുവേട്ടൻ്റെ വല്യമ്മ. അങ്ങനെ എല്ലാവരും ചോറ് കൊടുക്കേനെ. അവൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കേനെ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല മധുരമുള്ളത് കൊണ്ട് അവൻ കൂടുതൽ തിന്നുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൊടുത്ത് അവനത് ആസ്വദിച്ച് കഴിക്കേനെ. അവൻ ശരിക്കും പറഞ്ഞാൽ നിർത്തുന്നേയില്ല. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛനെ നേരത്തെ മിന്നായം പോലെ കണ്ടതല്ലേ. ഇത് എൻ്റെ അമ്മ. അങ്ങനെ പായസം പായസം എടുക്കുമ്പോൾ അവൻ കരയുന്നുണ്ടേ. എന്നിട്ട് ഞാൻ രണ്ടാമത് ആദ്യമേ കൊടുത്തേ. അവൻ പായസം നിർത്തുമ്പം കരയും. അവന് ഒരുപാട് കഴിക്കേണ്ട രീതിയിൽ അവൻ കളിക്കുന്നേ. അങ്ങനെ അവന് കുറേ കൊടുത്തു. കുഞ്ഞൂസിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. കുഞ്ഞൂസിൻ്റെ പേരിട്ടത് അർഷിൻ എന്നാട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ പോയി. എല്ലാവർക്കും അറിയാം, മുത്തപ്പൻ്റെ അടുത്ത് വന്നാൽ ചായയും പയറും തേങ്ങയും കൂട്ടിയിട്ടുള്ള പ്രസാദവും നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അത് മുത്തപ്പൻ്റെ പ്രസാദമാണ്. പിന്നെ അതും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയുണ്ട്. നമ്മൾ കണ്ണൂർകാർക്ക് പറശ്ശിനിക്കടവ് എന്ന് പറയുമ്പം അതൊരു വികാരം തന്നെയാണ്. എന്ത് സന്തോഷമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ആദ്യം എൻ്റെ മുത്തപ്പാന്നേ മനസ്സിൽ വരുമല്ലോ. പിന്നെ സങ്കടം ഉണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ആദ്യം ഓടിയെത്താൻ തോന്നുന്നത് പറശ്ശിനിക്കടവ് തന്നെയാണ്. ഇവിടെ വന്നിരുന്നാൽ തന്നെ സമയം പോകുന്നത് അറിയേയില്ല. അത്രയും നല്ലൊരു പീസ്ഫുൾ പ്ലേസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഹൗസ് ബോട്ടിലൊക്കെ ഫാമിലിയായിട്ട് വന്ന് സഞ്ചരിക്കുന്നുണ്ട്. അത്ര തിരക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുന്നത്തൂർപ്പാടി ഉത്സവം ആയതുകൊണ്ട് തിരക്ക് നന്നെ കുറവ് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ചന്തയിലേക്ക് വന്നപ്പോൾ അവന് ഒരുപാട് കളിപ്പാട്ടെല്ലാം കണ്ട ത്രില്ലിലാളെ. അവനെ എന്നാ വാങ്ങിക്കണ്ടേന്ന് അമ്മ ഇങ്ങനെ ആലോചിക്കേനെ. അവനെല്ലാം വായിൽ കൊണ്ടുപോകുന്നോണ്ടേ ഏതാ വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള ചിന്തിക്കലേനും. അതുകൊണ്ട് ബോളെല്ലാം വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ചന്തയിലൊക്കെ കറങ്ങി കുറേ നേരം. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സാഹചര്യത്തിൽ. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്ക് എത്തി. പറശ്ശിനിയിൽ വന്നാൽ സ്നേക്ക് പാർക്ക് കയറാണ്ട് ഒരു തൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയേനെ. ഒരുപാട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടേനെ. ഇതൊക്കെ നമുക്ക് പറശ്ശിനിയിൽ വന്നാൽ അധികം നമ്മൾ സ്നേക്ക് പാർക്ക് പോകാറുണ്ട്. എന്നാലും കണ്ടതാണെങ്കിലും അവിടെ കയറാണ്ട് വരാറില്ല. പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്ക് കറങ്ങി കാണേനെ. കുഞ്ഞു ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം അവനതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ കുറേ കഴിയുമ്പോൾ അവൻ എണീച്ചു. അവൻ മീനിനൊന്നും കണ്ടിട്ടേ ഇല്ല. കാരണം പറശ്ശിനി പോകുമ്പോൾ നമ്മൾ രാവിലെ എണീച്ചിനി. അപ്പോൾ ആ ഉറക്കെല്ലാം അവനുണ്ടേനും. അപ്പോൾ സ്നേക്ക് പാർക്കിൽ എത്തുമ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. കുറേ നേരം അവനെ വിളിച്ചു, അവൻ എണീച്ചിട്ടേ ഇല്ല.
ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പാമ്പ് എഴിയുന്നത് ഞാൻ കാണുന്നത്. അല്ലാണ്ട് അത് വെറുതെ കിടക്കുന്നേ കാണില്ല. അന്ന് ശരിക്കും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ പാമ്പ് എണീച്ച് നിൽക്കലും. ഈ സമയത്തൊക്കെ കുഞ്ഞ് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവനൊന്നും തിരിഞ്ഞില്ല ഇതെന്നാ സാധനം. കാരണം അവന് തിരിയാനുള്ള ഒരു പ്രായം ആവുന്നതിൽ ഉണ്ടായിട്ടില്ലോ. അപ്പം അവനൊക്കെ നോക്കിക്കാണില്ലേന്. നല്ല വെയിലുണ്ടായതുകൊണ്ട് മുതലുകളൊക്കെ നന്നായിട്ട് വെയിൽ കൊള്ളുന്നുണ്ടേന്. അത് കാണാൻ വില്യന്മാർക്കനും ഭയങ്കര സംശയം അത് ശരിക്കുള്ള മുതലേ ആണോന്നുള്ളത്. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞു കൊടുത്തു അവർ വെയിൽ കൊള്ളേന്ന് അനങ്ങാണ്ട് കിടക്കുന്നൊക്കെ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തേ കുഞ്ഞൂസിൻ്റെ. അവൻ ആ സമയത്ത് എണീച്ചതേ ഉണ്ടായിട്ടുള്ളൂ. അവൻ ആ കണ്ട രീതിയിൽ വളരെ ഹാപ്പിയാണ്. അവൻ എല്ലാവരും നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൻ നിൽക്കുകയെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റിൽ. ഫോട്ടോ എടുക്കുമ്പോൾ അവൻ ചിരിക്കുന്നൊക്കെ ഉണ്ട്. നന്നായിട്ട് അവൻ ആസ്വദിക്കുന്നുണ്ട്. വില്ലന്മാരൊക്കെ മുതലേനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ആസ്വദിച്ച് മുതലേനെ നോക്കിയാണ്. അതിലൊരു മുതല വായ അടച്ചു എന്നൊക്കെ പറഞ്ഞ് ആ മുതലേനെ തന്നെ അവർ നോക്കി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ മുതല കാക്കകളെ കണ്ടിട്ട് അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കലാണ്. അവർക്ക് കാക്കകൾ അവർക്ക് ഇട്ടുകൊടുത്ത ഇറച്ചി കൊത്താനേനും അവിടെ വരുന്നത്. പക്ഷെ ആ ഇറച്ചി കൊത്താൻ അവർ വിടുന്നില്ല കാക്കകളെ. അങ്ങനെ നമ്മൾ പാമ്പിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇതാ രാജവെമ്പാല. ഇതിനെ കണ്ടപ്പോൾ എല്ലാവരും അതിശയത്തോടെ നോക്കുന്നുണ്ടേനു. അങ്ങനെ പിന്നെ പാമ്പിനെ കണ്ട എക്സൈറ്റ്മെൻറ്റ്, നേരത്തെ മുതലേനെ കണ്ട എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പാമ്പിനെ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്രാവശ്യം പോയേരം എല്ലാ പാമ്പുകളും ഇഴഞ്ഞു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പാമ്പുകളൊക്കെ അനങ്ങാണ്ട് ഉറക്കം തൂങ്ങിയ പോലെ കിടക്കലേനും. അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടേനു. അങ്ങനെ നമ്മൾ കോഫി ഹൗസ് കയറി. ഇതാണ് ധർമ്മശാലയിലെ ഇന്ത്യൻ കോഫി ഹൗസ്. പറശ്ശിനിക്കടവിൽ വന്നാൽ എപ്പോഴും നമ്മൾ കോഫി ഹൗസ് നിന്നാട്ടോ ഫുഡ് കഴിക്കാം. നല്ല ഫുഡാണ്. രാവിലത്തെ ചായ ആയാലും ഉച്ചക്കത്തെ ഫുഡായാലും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നറിയാം. അടുത്ത വീഡിയോയിൽ അതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം. ഒരുപാട് നന്ദി.